നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡൈവിംഗ് കിങ് ആരാണ്? ഈ ചോദ്യം മുൻ യുവേഫ ചാമ്പ്യൻസ് ലീഗ് റഫറി കൂടിയായിട്ടുള്ള ഫെലിക്സ് ബ്രൈച്ചിനോടാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്ന മറുപടി നെയ്മറുടെ പേരാണ്. കളിക്കളത്തിൽ ഡൈവ് ചെയ്ത് വീഴുക, ഇല്ലാത്ത ഫൗൾ അഭിനയിച്ച് വീഴുക. നെയ്മർക്കെതിരെ മുമ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പെനാൽറ്റി ബോക്സിലൊക്കെ വെറുതെ വീഴുന്നു, അല്ലെങ്കിൽ ഫൗൾ അഭിനയിച്ച് വീഴുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ, അതായത് 2018 വേൾഡ് കപ്പിൽ അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വന്ന സമയത്ത് താൻ ഒരല്പം എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട് ഫൗളുകൾ എന്നുള്ളത് നെയ്മർ സമ്മതിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ബ്രൈച്ചിനോടുള്ള ചോദ്യം, നിങ്ങളുടെ മുമ്പിൽ ബെസ്റ്റ് ഡൈവ് പ്രൊഡ്യൂസ് ചെയ്ത കളിക്കാരൻ ആരാണ് എന്നാണ്. അത് നിങ്ങൾ കളി നിയന്ത്രിക്കുമ്പോൾ നന്നായിട്ട് ഡൈവ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം പറയുന്നു, നമുക്ക് ഇപ്പോൾ ഡൈവിംഗ് കിങ്സിന് കാര്യങ്ങൾ എളുപ്പമല്ല, കാരണം വീഡിയോ റെഫറിങ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഡൈവിംഗ് കിങ്ങുമാരൊക്കെ ഇപ്പോൾ പിടിക്കപ്പെടും. പക്ഷെ അതിനു മുമ്പ് അങ്ങനെയല്ല. ഓഫ് കോഴ്സ് എനിക്ക് എൻ്റേതായിട്ടുള്ള രീതികളുണ്ട് ഇത് ഡൈവാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ. നെയ്മർ പ്രാക്ടിക്കലി ലെജൻഡറിയാണ് ഈ കാര്യത്തിൽ. പക്ഷേ അതിന് കാരണമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നെയ്മറുടെ മുഖം കൂടുതൽ വേദന കൊണ്ട് പൊളയുന്നു എന്ന് കണ്ടാൽ, അങ്ങനെ മുഖത്ത് കൂടുതൽ വേദന കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ, ഞാൻ വളരെ കാമായിട്ട് കളി അങ്ങനെ നടന്നോട്ടെ എന്ന് വെക്കും, ഫൗൾ വിളിക്കില്ല. കാരണം ഒരു പ്ലെയർക്ക് സിവിയർ പെയിൻ ഉണ്ടാവുകയും ഇമ്മീഡിയറ്റ്ലി കളിക്കളത്തിൽ വീഴുകയും ചെയ്താൽ അങ്ങനെ പിന്നെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കില്ല. അവിടുന്ന് പിന്നെ ഇങ്ങനെ റോൾ അറൗണ്ട് ദി ഫീൽഡ് ഫോർ എവർ, അങ്ങനെ നിരന്തരം നിർത്താതെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ എനിക്കറിയാം അത് അഭിനയമാണോ അല്ലയോ എന്നുള്ളത്. അതാണ് ഞാൻ ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ ബ്രൈച്ച് പറയുന്നത്. എന്നാലും നെയ്മർക്കെതിരെ വലിയ ക്രിറ്റിസിസം ഒരു ഘട്ടത്തിൽ വന്നിരുന്ന സംഭവമാണത്. നെയ്മറാണെങ്കിൽ അതിനോട് തിരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നെയ്മർ ഒരിക്കലും ഈ ക്രിറ്റിക്സിന് കാര്യങ്ങൾ മനസ്സിലാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ തിയേട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് വീഴുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ വന്നപ്പോഴാണ് അതിന് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് നേരെ വരുന്ന ഫൗളുകളുടെ എണ്ണം അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ എതിരാളികൾ കൂടുതലായിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും, അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പരിക്കുകൾ അതൊന്നും വെറുതെ സംഭവിച്ചതല്ല, കളിക്കളത്തിൽ എതിരാളികൾ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിൻ്റെ പരിക്കുകളാണ് അധികവും എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ വാദങ്ങൾ ഇരുഭാഗത്തുമുണ്ട്. ഏതായാലും ബ്രൈച്ച് പറയുന്നു, താൻ കണ്ട ഏറ്റവും മികച്ച ഡൈവ് ചെയ്യുന്നയാൾ നെയ്മറാണെന്ന്, ഡൈവിംഗ് കിങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.